ഈ പഞ്ചാബ് അതിർത്തിയിൽ നിന്ന് ഒരു BSF ജവാനെ പിടികൂടിയിരുന്നു. ആ ജവാനെ ഇനിയും വിട്ടു തന്നിട്ടില്ല പാകിസ്ഥാൻ. ജവാൻ പാകിസ്ഥാന്റെ പിടിയിലായിട്ട് 5 ദിവസം കഴിയുകയാണ്. തിരിച്ചുവരവിന് സാധ്യമായതൊക്കെ ചെയ്യണമെന്ന് കേന്ദ്ര സർക്കാരിനോട് അഭ്യർത്ഥിക്കുമെന്നാണ് ഇപ്പോൾ ജവാന്റെ കുടുംബം അറിയിക്കുന്നത്. ഇതിനിടെ മെഡിക്കൽ വിസയിൽ തുടരുന്ന പാക് പൗരന്മാർക്ക് ഇന്ത്യ വിടാനുള്ള സമയപരിധി നാളെ അവസാനിക്കുകയുമാണ്. അപ്പോൾ അതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ എന്തെല്ലാം കാര്യങ്ങളാണ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകുക? വിനിത വിജയാണ് ചേരുന്നത്. ഈ BSF ജവാന്റെ കാര്യത്തിലും കുടുംബം എന്താണ് പറഞ്ഞതെന്നൊക്കെ അല്ലേ? അതെ വിനീത, ഗുഡ് മോർണിംഗ്. നമുക്കറിയാം ഒരു ദിവസം അതിർത്തി കടന്നു പോകുന്നതൊക്കെ വളരെ സാധാരണമായ ഒരു സാഹചര്യമായിരുന്നു. പക്ഷേ ഈ അസാധാരണമായ സാഹചര്യത്തിൽ ആ ജവാനെ പിടിച്ചുകൊണ്ട് പോകുന്നു, അതിനുശേഷം ചർച്ചകൾ നടക്കുന്നു, ഫ്ലാഗ് മീറ്റിങ്ങുകൾ പലതവണ നടന്നു. പക്ഷേ ഇതിനൊക്കെ ശേഷവും ഇതുവരെ അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടില്ല. കുടുംബവും ആശങ്കയിലാണ്. അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ എന്തൊക്കെയാണ്? ക്രിസ്റ്റീന, സ്വാഭാവികമായും ഇത്തരത്തിലേക്കുള്ള അതിർത്തികൾ കടന്ന് സൈനികർ പോകുന്നത് ഒരു സാധാരണ നിലയിൽ സംഭവിക്കാറുള്ളതാണ്. അപ്പോൾ ഇരു രാജ്യത്തിന്റെയും സൈനികർ സംയുക്തമായി തന്നെ അവർ ഒരു തീരുമാനത്തിലേക്ക് എത്തുകയും അതിർത്തിയിൽ അവർ ഫ്ലാഗ് മീറ്റിംഗുകൾ വിളിക്കുകയും അവിടെ വെച്ച് ഈ സൈനികരെ കൈമാറുകയും ചെയ്യും. അത് സാധാരണ നിലയിൽ പലപ്പോഴും സംഭവിക്കാറുള്ളൊരു നടപടിയാണ്. പക്ഷേ നിലവിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഒരു ബന്ധം അതിങ്ങനെ കൂടുതൽ വഷളായിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. അതുതന്നെയാണ് ഈ BSF ജവാന്റെ കാര്യത്തിലും വലിയ രീതിയിൽ ആശങ്കയുണ്ടാക്കുന്നത്. PK ഷാ അദ്ദേഹം കർഷകർക്കൊപ്പമായിരുന്നു. അദ്ദേഹം കർഷകർക്ക് നിർദ്ദേശങ്ങൾ നൽകിയായിരുന്നു. അദ്ദേഹം ആ അതിർത്തി മേഖലയിലേക്ക് പോയിരുന്നത്. അതിർത്തിയിൽ നിന്ന് ഏതാണ്ട് 30 മീറ്റർ അപ്പുറത്തേക്ക് അദ്ദേഹം കടന്നുവെന്ന് ആരോപിച്ചാണ് പാക് റേഞ്ചേഴ്സ് അദ്ദേഹത്തെ പിടികൂടിക്കൊണ്ട് പോയിരിക്കുന്നത്. ശേഷം അദ്ദേഹത്തിന്റെ 2 ചിത്രങ്ങൾ പാകിസ്ഥാൻ തന്നെ പുറത്തുവിടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിന് പിന്നാലെ തന്നെ BSFും ഇന്ത്യയും ഒക്കെ കൃത്യമായിട്ടുള്ള നടപടികളുമായി മുന്നോട്ട് പോയിരുന്നു. ഇതിനോടകം രാജ്യം 3 ഫ്ലാഗ് മീറ്റിംഗുകൾ വിളിച്ചിട്ടുണ്ടായിരുന്നു. അതിർത്തിയിൽ BSFന്റെ അടക്കം ഉന്നത ഉദ്യോഗസ്ഥർ ഈ ഫ്ലാഗ് മീറ്റിംഗിന് പിന്നാലെ പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് ആരെങ്കിലും എത്തുമെന്ന് കരുതി അവർ ആ മേഖലയിൽ എത്തി കാത്തുനിന്നു. പക്ഷേ ഈ 3 ഫ്ലാഗ് മീറ്റിംഗുകളിലും കൃത്യമായിട്ടുള്ള ഒരു പ്രതികരണത്തിന് പോലും പാകിസ്ഥാൻ തയ്യാറായിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ആശങ്കയുണ്ടാക്കുന്നത്. ഇപ്പോൾ അദ്ദേഹത്തിന്റെ കുടുംബവും വലിയ ആശങ്കയിലാണ്. കാരണം 5 ദിവസമായി ഇപ്പോഴും ഈ PK ഷാ ഈ പാകിസ്ഥാൻ റേഞ്ചേഴ്സിന്റെ പിടിയിൽ തന്നെയാണുള്ളത്. ഈ പുറത്തുവരുന്ന വാർത്തകൾ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ബന്ധം കൂടുതൽ വഷളായ തരത്തിലേക്ക് ഇതിനോടകം റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. അത് സംബന്ധിച്ചുകൊണ്ടുള്ള പ്രതികരണങ്ങൾ പാകിസ്ഥാൻ മന്ത്രിമാരുടെയൊക്കെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട്. ഇതൊക്കെ വലിയ ആശങ്കയാണ് കുടുംബത്തിന് കൊടുക്കുന്നതെന്നാണ് അവർ പറയുന്നത്. ഇന്നലെ ഈ BSFന്റെ ഉദ്യോഗസ്ഥർ, ഈ ബംഗാൾ സ്വദേശിയാണ് PK ഷാ, ബംഗാളിലെത്തി ഈ കുടുംബവുമായി അവർ കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ടായിരുന്നു. ഈ കുടുംബത്തെ, അദ്ദേഹത്തിന്റെ മാതാപിതാക്കളെയും ഭാര്യയും ഒക്കെ തന്നെ ഈ ഉന്നത ഉദ്യോഗസ്ഥർ കണ്ടിരുന്നു. അദ്ദേഹത്തിന്റെ മോചനത്തിനായുള്ള ശ്രമങ്ങൾ, അദ്ദേഹത്തെ എത്രയും വേഗം സുരക്ഷിതനായി തിരിച്ചെത്തിക്കുന്നതിനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുന്നുവെന്ന് ഉദ്യോഗസ്ഥർ അവരെ അറിയിച്ചിട്ടുണ്ട്. പക്ഷേ അദ്ദേഹത്തിന്റെ ഭാര്യയും മാതാപിതാക്കളും വലിയ ആശങ്കയിൽ തന്നെയാണുള്ളത്. അവർ ആവശ്യമെങ്കിൽ ഡൽഹിയിലെത്തി കേന്ദ്ര സർക്കാരുമായി കൂടിക്കാഴ്ച നടത്തുമെന്നും പ്രധാനമന്ത്രിക്ക് നിവേദനം നൽകുമെന്നും അവർ അറിയിച്ചിരിക്കുകയാണ്. ശരി, വിനീത വിജയാണ് വിശദാംശങ്ങൾ നൽകി. എത്രയും വേഗം ആ ജവാൻ തിരികെ എത്തട്ടെ. സാധാരണ സാഹചര്യങ്ങളിൽ ഇരുപക്ഷത്തു നിന്നും ഇതുപോലെ അതിർത്തി കടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആൾക്കാർ പോകാറുണ്ട്. എത്ര പെട്ടെന്നാണ് സാഹചര്യങ്ങൾ മാറുന്നത് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു.